ഹലോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് 98th ഓസ്കാർ. 2026 98ാമത് ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാദമിക് അവാർഡ് ലോസ് ആഞ്ചലസ് ഡോൾബി തിയേറ്ററിൽ വെച്ച് കൊടുത്തു. ഇത്തവണയും അവതാരകൻ കൊനാൻ ഓബ്രയാനാണ്. 2ാം തവണയാണ് കൊനാൻ ഓബ്രയാൻ അവതാരകനായി മാറുന്നത്. ഇപ്പോൾ നടന്നത് 98ാമത് ഓസ്കാർ അവാർഡാണ്. ഓസ്കാർ അവാർഡിൻ്റെ മറ്റൊരു പേരാണ് അക്കാദമി അവാർഡ്. വേദി ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്റർ. അവതാരകൻ കൊനാൻ ഓബ്രയാൻ. ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്. ഓർക്കേണ്ട ചിത്രം, ഏറ്റവും കൂടുതൽ തവണ ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. 6 തവണയാണ് ചിത്രത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയത്. മികച്ച മൂവി, മികച്ച ഡയറക്ടർ, മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസ്, അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് കാസ്റ്റിംഗ്, ബെസ്റ്റ് എഡിറ്റിംഗ് എന്നീ 6 വിഭാഗങ്ങളിലായിട്ടാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് അവാർഡുകൾ ലഭിച്ചത്. മികച്ച മൂവി, ഏറ്റവും മികച്ച മൂവിയായിട്ട് തിരഞ്ഞെടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറാണ്. ഏറ്റവും മികച്ച ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിൻ്റെ ഡയറക്ടറായ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. സപ്പോർട്ടിംഗ് ആക്ട്രസായി തിരഞ്ഞെടുത്തതും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ സീൻ പെന്നിനെയാണ്. അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ അവലംബിത തിരക്കഥ പോൾ തോമസ് ആൻഡേഴ്സനാണ് കിട്ടിയത്. ബെസ്റ്റ് കാസ്റ്റിങ്ങും ബെസ്റ്റ് എഡിറ്റിങ്ങും ഏത് ചിത്രത്തിന് തന്നെയാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് തന്നെയാണ്. 6 ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാദമി അവാർഡാണ് 98ാമത് ഓസ്കാർ അവാർഡ് ചടങ്ങിൽ ചിത്രം കൈപ്പറ്റിയത്. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന ചിത്രം സിന്നേഴ്സ് ആണ്. ടോട്ടൽ 16 മേഖലകളിലായാണ് സിന്നേഴ്സിൻ്റെ നോമിനേഷൻ പോയിട്ടുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയി 98th ഓസ്കാർ ചടങ്ങിലെ കാര്യങ്ങൾ നോക്കാം. ഏറ്റവും ബെസ്റ്റ് മൂവിയായി തിരഞ്ഞെടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ. ആക്ടറായി തിരഞ്ഞെടുത്തത് മിഖേൽ ബി ജോർദാനെയാണ്. സിന്നർ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് മിഖേൽ ബി ജോർദാനെ ആക്ടറായി തിരഞ്ഞെടുത്തത്. ആക്ട്രസ് ജെസി ബക്ലിയാണ്. ഹാംനെറ്റ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ജെസി ബക്ലിനെ ആക്ട്രസ്സായി തിരഞ്ഞെടുത്തത്. ഹാംനെറ്റ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ സ്റ്റോറി പറയുന്ന കഥയാണ്. അതിൽ ആഗ്നസ് എന്ന കഥാപാത്രമാണ് ജെസി ബക്ലി ചെയ്തത്. ഒന്നും കൂടെ, മൂവിയും ഡയറക്ടറും നമുക്ക് മറക്കില്ല. ഇനി ആക്ടറായി മിഖായേൽ ബി ജോർദാനും ആക്ട്രസ്സായി ജെസി ബക്ലിയുമാണ്. ജെസി ബക്ലി ഹാംനെറ്റ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടും മിഖായേൽ ബി ജോർദാൻ സിന്നർ എന്ന ചിത്രത്തിലുമാണ് മികച്ച ആക്ടർ, ആക്ട്രസ് എന്നീ നിലയിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇനി അടുത്തത് മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസ്സായി തിരഞ്ഞെടുത്തത് സീൻ പെന്നിനെയാണ്. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സപ്പോർട്ടിംഗ് ആക്ട്രസ്സായി തിരഞ്ഞെടുത്തത് ആമി മഡിഗണിനെയാണ്. വെപ്പൺസ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ആമി മാഡിഗണിനെ സപ്പോർട്ടിംഗ് ആക്ട്രസ്സായി തിരഞ്ഞെടുത്തത്. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ റയാൻ കൂഗ്ലറിൻ്റെ സിന്നർ എന്ന ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്. ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് സിന്നർ എന്ന ചിത്രത്തിന് വേണ്ടി റയാൻ കൂഗ്ലെ എഴുതിയ സ്ക്രീൻ പ്ലേ ആണ്. മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ പോൾ തോമസ് ആൻഡേഴ്സൻ്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. മികച്ച അവലംബിത തിരക്കഥ. ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നത് മികച്ച ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം. ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന ചിത്രമാണ്. ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം സെൻറ്റിമെൻ്റൽ വാല്യൂ ആണ്. അത് ഒരു നോർവീജിയൻ ചിത്രമാണ്. മികച്ച ആനിമേഷൻ ചിത്രം കെ-പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ് എന്ന ചിത്രമാണ്. മികച്ച ആനിമേഷൻ ചിത്രം എന്ന് പറയുന്നത് കെ-പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ് ആണ്. 2 പറഞ്ഞു. ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം, ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം സെൻറ്റിമെൻ്റൽ വാല്യൂ ആണ്. ഇൻ്റർനാഷണൽ സെൻറ്റിമെൻ്റൽ നോർവീജിയൻ ചിത്രമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആനിമേഷൻ ചിത്രം എന്ന് പറയുന്നത് കെ-പോപ്പ് ഡിമോൺ ഹണ്ടേഴ്സ് ആണ്. ഡോക്യുമെൻറ്റഡ് മൂവി എന്ന് പറയുന്നത് മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ എന്ന് പറയുന്ന മൂവിയാണ്. മികച്ച ഡോക്യുമെൻറ്റഡ് മൂവിയായിട്ടെടുത്തത് മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ ആണ്. അടുത്ത സെക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തത് 2 ചിത്രത്തെയാണ്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഓസ്കാർ നോമിനേഷനിൽ അല്ലെങ്കിൽ ഓസ്കാർ അവാർഡിൽ
2 ചിത്രം ഒരു അവാർഡ് ഷെയർ ചെയ്യുന്നത്. സിംഗേഴ്സ് എന്ന് പറയുന്നതും ടു പീപ്പിൾ എക്സ്ചേഞ്ച് സലൈവ എന്ന് പറയുന്ന ചിത്രത്തിനും കൂടിയാണ് ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന അവാർഡ് ലഭിച്ചത്. സിംഗേഴ്സും ടു പീപ്പിൾ എക്സ്ചേഞ്ച് സലൈവ എന്ന ചിത്രവുമാണ്. ഓസ്കാർ അവാർഡ് ചരിത്രത്തിൽ ആദ്യത്തെ തവണയാണ് ഓസ്കാർ അവാർഡ് ഷെയർ ചെയ്യപ്പെടുന്നത്. മികച്ച ഒറിജിനൽ സോങ് ആയി തിരഞ്ഞെടുത്തത് ഗോൾഡൻ ആണ്. കെ-പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിലെ സോങ് ആണ് ഗോൾഡൻ. കെ-പോപ്പ് ഡെമോൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏറ്റവും മികച്ച ആനിമേറ്റഡ് ചിത്രമായി ഓസ്കാർ വേദിയിൽ തിളങ്ങിയ ചിത്രമാണ്. ബെസ്റ്റ് കാസ്റ്റിംഗ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിനാണ്. ഏറ്റവും മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി കിട്ടിയത് ഓട്ടം ഡൊറാൾഡ് അർക്കാപ്പാവിനാണ്. സിന്നേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണത്തിനാണ് ഓട്ടം ഡൊറാൾഡ് അർക്കാപ്പാവിന് അവാർഡ് ലഭിച്ചത്. ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്ക് ആദ്യമായാണ് ഒരു സ്ത്രീക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. ഫസ്റ്റ് വുമൺ ഹു ഗോട്ട് ഓസ്കാർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഈസ് ഓട്ടം ഡൊറാൾഡ് അർക്കാപ്പാവ്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ ഓഫ് കളർ ഹു നോമിനേറ്റഡ് ഫോർ ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഈസ് ഓൾസോ ഓട്ടം ഡൊറാൾഡ് അർക്കാപ്പാവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് എഡിറ്റിങ്ങിന് ആൻഡ്രി ജർഗേഴ്സനാണ് കിട്ടിയിരിക്കുന്നത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് തന്നെയാണ് എന്ത് കിട്ടിയേക്കുന്നത്? ബെസ്റ്റ് എഡിറ്റിങ്ങിനുള്ള അവാർഡും കിട്ടിയിട്ടുള്ളത്. ഏറ്റവും മികച്ച VFX അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന മൂവിക്കാണ്. ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിനി നോക്കാം. വേദി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിലാണ്. തുടർച്ചയായി 2ാം തവണയും അവതാരകനാകുന്നത് കൊനാൻ ഒബ്രയാനാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടിയ ചിത്രം സിന്നേഴ്സാണ്. 16 തവണയാണ് നോമിനേഷൻ സിന്നേഴ്സിനുണ്ടായിരുന്നത്. ഓസ്കാർ അവാർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിനാണ്. 6 തവണയാണ് അവാർഡ് ലഭിച്ചത്. ഓസ്കാർ പുരസ്കാര ചടങ്ങിൻ്റെ ഒരു പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത് പ്രിയങ്ക ചോപ്രയാണ്. ഇത്തവണ 98ാമത് ഓസ്കാർ അവാർഡിൻ്റെ പുരസ്കാര ചടങ്ങിലുണ്ടായിരുന്ന ഇന്ത്യൻ സാന്നിധ്യമാണ് പ്രിയങ്ക ചോപ്ര. 1929 ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ അക്കാദമി അവാർഡ് ആരംഭിക്കുന്നത്. ആദ്യമായി ഇന്ത്യൻ വുമണിന് ഓസ്കാർ ലഭിച്ചത് ഭാനു അത്തയ്യയ്ക്കാണ്. ഗാന്ധി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വസ്ത്രാലങ്കാരത്തിനാണ് 1983 ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയത് വാൾട്ട് ഡിസ്നിയാണ്. 22 തവണയാണ് വാൾട്ട് ഡിസ്നിക്ക് അവാർഡ് കിട്ടിയത്. ഒന്നും കൂടെ നോക്കാം. 98ാമത് ഓസ്കാർ അവാർഡിൻ്റെ വേദി ലോസ് ആഞ്ചലസ് ഡോൾബി തിയേറ്റർ. അവതാരകൻ കൊനാൻ ഒബ്രയാൻ. ഏറ്റവും കൂടുതൽ നോമിനേഷൻ നേടിയ ചിത്രം സിന്നേഴ്സ്. 16 തവണയാണ് നോമിനേഷൻ നേടിയത്. ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് 6 തവണയാണ് കിട്ടിയത്. ഓസ്കാർ അവാർഡിൻ്റെ ആദ്യത്തെ പേര് അക്കാദമി അവാർഡ്. 1929 ഓസ്കാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ഇത്തവണ 98ാമത് ഓസ്കാർ അവാർഡിലുണ്ടായിരുന്ന ഇന്ത്യൻ സാന്നിധ്യമായിരുന്നു പ്രിയങ്ക ചോപ്ര. 1983 ആദ്യമായി ഒരു ഇന്ത്യൻ വുമണിന് ഓസ്കാർ ലഭിക്കുകയുണ്ടായി. അത് ഭാനു അത്തയ്യയാണ്. ഗാന്ധി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വസ്ത്രാലങ്കാരത്തിന്. ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയത് വാൾട്ട് ഡിസ്നിയാണ്. 22 തവണയാണ് അദ്ദേഹം ഓസ്കാർ നേടിയത്. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. 98ാമത് ഓസ്കാറിൻ്റെ സപ്പോർട്ടിംഗ് ആക്ടറായി തിരഞ്ഞെടുത്തത് ആമി മാഡിഗൺ, റയാൻ കൂഗ്ലർ, ആൻഡി ജർഗേഴ്സൺ, സീൻ പെൻ. ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന തലക്കെട്ടോടുകൂടി ആദ്യമായി ഓസ്കാർ അവാർഡ് ഷെയർ ചെയ്യപ്പെട്ട ചിത്രങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? സിംഗേഴ്സ്, സിന്നർ, ഹാംനെറ്റ്, സെൻറ്റിമെൻ്റൽ വാല്യൂ, ടു പീപ്പിൾ എക്സ്ചേഞ്ചിങ് സലൈവ. ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.